നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരായ 3 മത്സര ഏകദിന പരമ്പരയിലെ ആദ്യ കളിയിൽ മികച്ച വിജയം കൊയ്യാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. നാഗ്പൂരിൽ നടന്ന മത്സരത്തിൽ 4 വിക്കറ്റിനാണ് ആതിഥേയർ ജയിച്ചത്. ബാറ്റിംഗിലും ബൗളിംഗിലും ഇംഗ്ലണ്ടിനെ കവച്ചു വയ്ക്കുന്ന പ്രകടനമായിരുന്നു മത്സരത്തിൽ ഇന്ത്യൻ ടീം കാഴ്ചവെച്ചത്. അതേസമയം ജയം നേടി പരമ്പരയിൽ ലീഡെടുത്തു എങ്കിലും അടുത്ത കളിയിൽ ഇന്ത്യൻ ടീമിൽ ചില സുപ്രധാന മാറ്റങ്ങൾ വരുമെന്നാണ് സൂചനകൾ. ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് പ്ലേയിങ് 11 കോമ്പിനേഷൻ കണ്ടെത്താൻ 2 മത്സരങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഇന്ത്യൻ നിരയിൽ ചില പരീക്ഷണങ്ങളും കണ്ടേക്കാം. ഞായറാഴ്ച രാജ്കോട്ടിലാണ് ഇന്ത്യ-ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 2ാം മത്സരം നടക്കുക. ഈ കളിയിൽ ഇന്ത്യൻ ടീമിൽ വരാൻ സാധ്യതയുള്ള മാറ്റവും സാധ്യത പ്ലേയിങ് 11ഉം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. കാൽമുട്ടിനേറ്റ പരിക്കിനെ തുടർന്ന് ആദ്യ ഏകദിനം നഷ്ടമായ സൂപ്പർ താരം വിരാട് കോഹ്ലി 2ാം ഏകദിനത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. കാരണം താരത്തിന് ഇനിയുള്ള മത്സരങ്ങൾ ഏതായാലും നിർണായകമാണ്. വളരെ ചുരുങ്ങിയ മത്സരങ്ങൾ മാത്രമേ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപിൽ വിരാട് കോഹ്ലിക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരങ്ങളൊന്നും തന്നെ പാഴാക്കാൻ വിരാട് കോഹ്ലി ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങളൊന്നും വിട്ടുകളയാനും സാധ്യതയില്ല കോഹ്ലി. പരിക്കത്ര ഗൗരവമുള്ളതല്ല, മുൻകരുതൽ എന്ന നിലയ്ക്കാണ് താരത്തെ ആദ്യ കളിയിൽ ഇന്ത്യ പുറത്തിരുത്തിയത്. 1ാം ഏകദിനത്തിൽ കോഹ്ലിക്ക് പകരം ശ്രേയസ് അയ്യരായിരുന്നു ഇന്ത്യയുടെ പ്ലേയിങ് 11ൽ ഇടം പിടിച്ചത്. എന്നാൽ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഉജ്ജ്വലമായി ബാറ്റ് ചെയ്ത ശ്രേയസിനെ ഇനി ടീമിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യതയും കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ യുവ ഓപ്പണർ യശസ്വി ജയ്സ്വാളിന് പ്ലേയിങ് 11ലെ സ്ഥാനം നഷ്ടമായേക്കും. ആദ്യ ഏകദിനത്തിൽ കുൽദീപ് യാദവ് ആയിരുന്നു ഇന്ത്യയുടെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കളിച്ചത്. എന്നാൽ 2ാം ഏകദിനത്തിൽ ഇന്ത്യ വരുൺ ചക്രവർത്തിയെ ഈ സ്ഥാനത്ത് പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് വരുണിനെ പരീക്ഷിക്കേണ്ടത് ഇന്ത്യൻ ടീമിന് അനിവാര്യമാണ് എന്നതും ശ്രദ്ധേയമാണ്. ലഭിക്കുന്ന അവസരം മുതലാക്കാനായാൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ കയറിപ്പറ്റാനും വരുൺ ചക്രവർത്തിക്ക് സാധിക്കും. വലം കയ്യൻ പേസറായ മുഹമ്മദ് ഷമിക്ക് 2ാം ഏകദിനത്തിൽ ഇന്ത്യ വിശ്രമം അനുവദിക്കാനും സാധ്യതയുണ്ട്. ആദ്യ മത്സരത്തിൽ 8 ഓവറുകൾ ഇറങ്ങിയ ഷമി 38 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റും വീഴ്ത്തിയിരുന്നു. ഷമിക്ക് പകരം ഇടം കയ്യൻ പേസർ അർഷ്ദീപ് സിംഗിന് ഇന്ത്യ അവസരം നൽകാനാണ് സാധ്യത. 2ാം ഏകദിനത്തിലുള്ള ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് 11 നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റനായി രോഹിത് ശർമ്മയുണ്ടാകും. ശുഭ്മാൻ ഗില്ല്, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, വിക്കറ്റ് കീപ്പറായി KL രാഹുൽ, ഹർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, ഹർഷിത് റാണ, അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി എന്നിവരായിരിക്കും ആ ഒരു അവസാന 11ൽ ഉണ്ടാവുക. എന്തായാലും വിരാട് കോഹ്ലി തിരിച്ചെത്തുന്നു എന്നത് തന്നെയാണ് ഇന്ത്യൻ ടീമിൽ വരുന്ന ഏറ്റവും പ്രധാന ഹൈലൈറ്റ്. കോഹ്ലിയെ സംബന്ധിച്ച ഏറ്റവും നിർണായക മത്സരമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലും നിറമങ്ങിയാൽ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ കോഹ്ലി ഉൾപ്പെട്ടാൽ അത് വലിയ വിമർശനത്തിന് ഇടയാക്കും. അതുകൊണ്ട് തന്നെ സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ഇനിയുള്ള മത്സരങ്ങൾ വളരെ വളരെ നിർണായകമാണ്.